നിയന്ത്രണം വിട്ട ലോറി വീടും കടമുറിയുമിടിച്ച് പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ച് അപകടം. മണ്ണാർക്കാട് നിന്നും ഇറച്ചിക്കോഴി വിതരണത്തിനായി വന്ന ലോറി നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് പുത്തൻകുളം സെന്ററിൽ വീടും കടമുറിയുമിടിച്ച് സമീപത്തെ പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ചു നിന്നു. ഇന്ന് രാവിലെ 6:30 ആയിരുന്നു സംഭവം. ആനക്കല്ല് ഭാഗത്തേക്ക് പോകുന്ന ഇടുങ്ങിയ റോഡിലേക്കാണ് ലോറി കൂപ്പുകുത്തി നിന്നത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ആനക്കല്ല് ഭാഗത്തു നിന്നും നിരന്തരം നാട്ടുകാർ പെരുമ്പിലാവിലേക്ക് സഞ്ചരിക്കുന്ന മേഖലയാണിത്. ബസ് സ്റ്റോപ്പില്ലെങ്കിലും നാട്ടുകാർ ഇവിടെയാണ് ബസ് കാത്തുനിൽക്കുക. അപകടം അതിരാവിലെയായതിനാൽ തലനാരിഴയ്ക്കാണ് നാട്ടുകാർ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. അപകടത്തെ തുടർന്ന് പുത്തൻകുളം പടിഞ്ഞാക്കര അബ്ദുൾ റൌഫിന്റെ കടയും വേട്ടനാട്ടയിൽ റഷീദിന്റെ വീടും തകർന്നിട്ടുണ്ട്. പുതുതായി നിർമ്മിച്ച അക്കിക്കാവ് കടങ്ങോട് റോഡിലെ പുത്തൻകുളം മേഖലയിൽ റോഡ് വീതി കുറവായതിനാൽ നിരന്തരം അപകടം സംഭവിക്കുക പതിവായിരിക്കുകയാണ്. റോഡ് നിർമ്മിച്ചതിന്റെ അശാസ്ത്രീയതയാണ് തുടർച്ചയായുള്ള അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ ദിനംപ്രതി 100 കണക്കിന് ടോറസ് ലോറികളാണ് ഇതുവഴി സഞ്ചരിക്കുന്നത്. റോഡ് പുതുക്കി പണിതപ്പോൾ വാഹനങ്ങളുടെ വേഗതയും വർദ്ധിച്ചതായി നാട്ടുകാർ പറയുന്നു. റോഡിന്റെ ഇരുവശവുമുള്ള വീട്ടുകാരും വ്യാപാരികളും ഭീതിയോടെയാണ് ഇവിടെ കഴിയുന്നത്. റോഡ് ശാസ്ത്രീയമായി നിർമ്മിച്ച് അപകടങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാരനും പൊതുപ്രവർത്തകനുമായ MA കമറുദ്ദീനും അധികാരികളോട് ആവശ്യപ്പെട്ടു. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.